നമ്മുടെ ട്രംപ് മച്ചമ്പി അമേരിക്കയെ മാത്രമല്ല ജയിപ്പിക്കുന്നത്, അയൽ രാജ്യങ്ങളെയും ജയിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ട്രംപ് അധികാരത്തിൽ വന്ന് അവിടുത്തെ പ്രവർത്തനങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ വളരെ ഊർജ്ജസ്വലമായി ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ അടി കിട്ടിയത് ഇങ്ങി കാനഡയിലെ കൺസർവേറ്റീവ് പാർട്ടിക്കാണ്. എന്നാൽ അതിൽ രക്ഷപ്പെട്ടതോ ലിബറൽ പാർട്ടിയും. കഴിഞ്ഞ ദിവസം കാനഡയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടിയുടെ നേതാവ് മാർക്ക് കാർണി നിർണായകമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തി. അധികാരത്തിലെത്തിയതിൻ്റെ കാരണമാണ് വലിയ വിചിത്രമായത്. ഏതാണ്ട് ഒരു വർഷം മുമ്പ്, അതായത് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ്, ഈ ലിബറൽ പാർട്ടിയുടെ കാനഡയിലെ ജനസമ്മതി പരിശോധിക്കുന്ന 11 സർവേകൾ നടന്നു. ഒരൊറ്റ സർവേയിൽ പോലും 20% വോട്ടിൽ കൂടുതൽ ജസ്റ്റിൻ ട്രൂഡോ നേതൃത്വം നൽകിയ ലിബറൽ പാർട്ടിക്ക് കിട്ടിയില്ല. ലിബറൽ പാർട്ടിയുടെ ആശയങ്ങളോടെല്ലാം ജനങ്ങൾ വലിയ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അമിതമായ മൈഗ്രേഷൻ, പിന്നെ സാമ്പത്തിക രംഗത്തുള്ള പരാജയം, ഇതൊക്കെ വലിയ തിരിച്ചടിയാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ മറുവശത്താകട്ടെ കൺസർവേറ്റീവ് പാർട്ടി വളരെ ശക്തിയോടെ 40%, 50% വോട്ടുകൾ നേടി തിളങ്ങി നിന്നു. എല്ലാവരും വിധി എഴുതി കാനഡ ഭരിക്കാൻ പോകുന്നത് കൺസർവേറ്റീവ് പാർട്ടി ആയിരിക്കുമെന്ന്. അതിനനുസരിച്ചുള്ള തരംഗവും ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായവും ഒക്കെ ഉണ്ടായി. അപ്പോഴാണ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റ് ആവുന്നത്. അദ്ദേഹം കയറിയ ഉടനെ തന്നെ 51ാമത്തെ സ്റ്റേറ്റായി കാനഡ ഇങ്ങ് പോന്നോളൂ എന്ന് പറഞ്ഞു. അത് പോന്നോളൂ എന്നൊക്കെ പറയുന്ന പ്രചാരവേല നടക്കുമ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രചരണ ആയുധം കാനഡ ഫസ്റ്റ് എന്ന് പറയുന്നതായിരുന്നു. അത് കോപ്പിയടിച്ചത് അമേരിക്കയിൽ നിന്നാണ്. കാരണം മച്ചമ്പിയുടെ സ്ലോഗൻ അതുപോലത്തെ ഒരു സ്ലോഗനായിരുന്നല്ലോ ഈ ഇലക്ഷന്. അമേരിക്കക്കാർക്ക് വേണ്ടി എന്നുള്ള സ്ലോഗൻ പോലെ കാനഡക്കാർക്ക് വേണ്ടി എന്ന സ്ലോഗൻ ഈ കൺസർവേറ്റീവ് പാർട്ടിക്കാരൻ എടുത്തു. അപ്പോൾ കാനഡയിലെ ആളുകൾ കരുതി, കണ്ടോ, അവനെ അനുകരിക്കുകയാണ്, അവൻ ചെയ്യുന്നതെന്തോ അതിന് വഴങ്ങുകയാണ്, അവനെടുത്ത പോലത്തെ മുദ്രാവാക്യം യവനും എടുത്തിരിക്കുന്നു. അപ്പോഴാണ് ലിബറൽ പാർട്ടിയുടെ മാർക്ക് കാർണി വളരെ ഉറച്ച നിലപാടോടെ രംഗത്ത് വന്ന് അമേരിക്കൻ നയങ്ങളെ അടിമുടി അങ്ങോട്ട് വിമർശിക്കാൻ തുടങ്ങുകയും വളരെ തീവ്രമായ ഭാഷയിൽ എതിർക്കാനും തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ഡൊണാൾഡ് ട്രംപിനോടുള്ള വൈരാഗ്യം മുഴുവൻ അതാരാണ് പേറുന്നത്, അതിന് പോന്ന ആൾ ആരാണെന്ന് നോക്കിയപ്പോൾ കാനഡയിലെ ജനങ്ങൾക്ക് മനസ്സിലായി അത് മാർക്ക് കാർണി ആയിരിക്കുമെന്ന്. കാരണം രണ്ടാണ്. ഒന്ന്, നേർക്ക് നേരെ ഈ ട്രംപിൻ്റെ ഈ വംശീയതയെയും ഈ നിലപാടുകളെയും ഈ അയൽ രാജ്യങ്ങളെ അപമാനിക്കുന്നതിനുമൊക്കെ എതിരെ എടുത്ത ആ നിലപാടുകളെ കർശനമായി എതിർത്തു. രണ്ടാമത്തെ കാര്യം കാനഡയുടെ സാമ്പത്തിക സ്ഥിതിയാണ്. ഇദ്ദേഹം റിസർവ് ബാങ്കിൻ്റെ ചുമതലയൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടാണ്. അയാൾക്ക് കാനഡയുടെ ധനകാര്യസ്ഥിതി മാനേജ് ചെയ്യാൻ കഴിയും. ഈ ട്രംപിൻ്റെ സെസ് ഭീഷണി, ഈ പറയുന്ന നികുതി ഭീഷണി, പ്രതികാര നികുതി, അതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്നവൻ ഈ മാർക്ക് കാർണിയാണ് എന്ന് ജനങ്ങൾക്കിടയിലുണ്ടായ ഒരു വേവ് മൂലം 20% കിടന്ന ലിബറൽ പാർട്ടി ഏതാണ്ട് കേവല ഭൂരിപക്ഷത്തിന് കുറഞ്ഞ സീറ്റുകൾ മാത്രം കുറവ് വരത്തക്ക രീതിയിൽ ഗംഭീരമായി ഭൂരിപക്ഷത്തിലേക്ക് കുതിച്ചു. അന്താരാഷ്ട്ര നിരീക്ഷകരും പ്രവചന വിദഗ്ധരുമൊക്കെ മൂക്കത്ത് വിരൽ വെച്ചിരുന്നു പോയി, എന്താണ് ഈ കാനഡയിൽ സംഭവിച്ചതെന്നറിയാൻ. സംഗതി ഒടുവിൽ പിടികിട്ടി. ഇവിടെ ജയിപ്പിച്ചത് അമേരിക്കയിലെ ട്രംപാണ്. കാരണം ട്രംപിൻ്റെ വരവോടുകൂടിയാണ് ഇവിടെ ലിബറൽ പാർട്ടിയുടെ ഭാഗ്യവര തെളിഞ്ഞത്. അങ്ങനെയുണ്ട് കേട്ടോ. നമുക്കിതൊരു അത്ഭുതമല്ല. അവിടെ നിന്നും ഇതൊരു വശമുള്ള സംഗതിയല്ലായിരുന്നു. കാരണം യൂറോപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ റീജിയൻ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളൊക്കെ തമ്മിൽ വലിയ സ്നേഹത്തിലും ലോഹ്യത്തിലും കഴിഞ്ഞു പോയതാണ്. അവിടെയാണ് ഒരു ചരിത്രം തിരുത്തി കുറിക്കുന്ന വിജയവുമായി ലിബറൽസ് അധികാരത്തിൽ വന്നത്.